അങ്ങനെ ഈ വിന്ററും ഞങ്ങൾ ക്യാമ്പിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്ത സെയിം പ്ലേസ് തന്നെയായിരുന്നു അൽവത്തബ ലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെൻ്റെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള പരിപാടി തുടങ്ങി. ഇനി നിങ്ങൾ ക്യാമ്പിങ്ങിന് വേണ്ടി അൽവത്തബ ലേക്ക് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ വലിയ തിരക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ് നോക്കി ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടിയൊക്കെ ആണെങ്കിലും ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ ഗ്രില്ലെല്ലാം ചെയ്ത ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഓരോ ഫാമിലിയും ഓരോ ടൈപ്പിലുള്ള ഫുഡായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ഷെയർ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം കഴിച്ച ശേഷം കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ, അതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ കാർഡ്സും മൈക്കും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാർഡ്സ് പ്ലേ ചെയ്തു, കുറേ പാട്ടൊക്കെ പാടി അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അന്നേ ദിവസം കടന്നുറങ്ങിയത്. പോരാത്തിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് ഉള്ള വീഡിയോ അടുത്തായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.